ജോർജിന്റെ പ്രസ്താവനയിൽ ഏറ്റവും വിവാദമായതും ജോർജിനെ തളയ്ക്കാൻ നടക്കുന്ന ഇസ്ലാമിക മൗലികവാദികൾ ഏറ്റെടുത്തതും മീനച്ചിൽ താലൂക്കിൽ 400ഓളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ട് എന്നതാണ്. ഇത് വലിയ മുസ്ലിം വിരുദ്ധതയാണെന്നും വർഗീയതയാണെന്നും അതുകൊണ്ട് ജോർജിന്റെ ജാമ്യം റദ്ദാക്കി ജോർജിനെ ജയിലിൽ അടയ്ക്കണം എന്നുമാണ് ചിലർ വാദിക്കുന്നത്. ഈ ആവശ്യവുമായി ചിലർ പോലീസിനെ പരാതി കൊടുത്തു കഴിഞ്ഞു. സർക്കാരും പോലീസും ഈ ആവശ്യം പരിഗണിക്കുന്നതിനിടയിലാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് കത്തോലിക്ക സഭ രംഗത്ത് വന്നത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സ്ഥാപനമായ KCBCയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ജോർജിനെ പിന്തുണച്ചുകൊണ്ട് ജോർജ് പറഞ്ഞതിൽ ഒരു കുഴപ്പവുമില്ല, ജോർജ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. ആ പ്രസ്താവന വന്നതോടെ വാസ്തവത്തിൽ വെട്ടിലായത് സർക്കാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമാണ്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമുകളും വർഗീയവാദികളാണ്, അല്ലാത്തതായി ആരുമില്ല എന്ന് ജോർജ് പറഞ്ഞപ്പോൾ ജോർജിനെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ പേരിൽ കേസെടുത്തതും ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ ഗൂഢാലോചന നടന്നതും. എന്നാൽ ലവ് ജിഹാദിനെ കുറിച്ച് ജോർജ് പറഞ്ഞതിനെ അതേ തുലാസിൽ വെച്ച് അളക്കാനുള്ള SDPIയുടെയും മൗലികവാദികളുടെയും നീക്കം സഭ തന്നെ നേരിട്ട് പൊളിച്ചിരിക്കുന്നു. അത് ജോർജിന്റെ മാത്രം അഭിപ്രായമല്ല, സഭയുടെ അഭിപ്രായമാണ്. ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ജോർജ് പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് സഭ ഔദ്യോഗികമായി പറഞ്ഞതോടെ LDF UDF നേതാക്കൾ മുങ്ങിയിരിക്കുകയാണ്. സഭയോട് ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനോ അതിന്റെ പേരിൽ ജോർജിനെ ജയിലിലടയ്ക്കാൻ കൂട്ടുനിൽക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല എന്നതാണ് വാസ്തവം.